ഒരു മീൻ പീര ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എന്തൊക്കെയാണ് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയാം. ഇത് മഞ്ഞൾപ്പൊടി, തേങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ്, പിന്നെ പച്ചമുളക്, ഇത്രയും ഞാൻ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊട്ട് ഇളക്കി ഞാനിവിടെ മത്തി പീരയാണ് ഉണ്ടാക്കുന്നത്. 1/2 കിലോ മത്തി ഇവിടെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇടുകയാണ്. ഒന്നുകൂടെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുകൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ കുടംപുളി ഒരു 3-4 കഷ്ണം കുടംപുളി ഉണ്ടല്ലോ, അതുകൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ ഇട്ടോന്നൊരു സംശയം. ഞാൻ ഇച്ചിരി ഉപ്പ് ഇതിൻ്റെ അകത്തോട്ട് ഇടുവാണ്. ഇട്ടു. ഇനി നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് അടച്ചു വയ്ക്കാം. ഓക്കെ, ഒരു 10 മിനിറ്റ് നേരത്തെ നമ്മുടെ മീൻ കറി റെഡിയാകും. മീൻ പീര റെഡിയാവും. ഞാനിപ്പോൾ തേങ്ങ കുറച്ചാണ് വെച്ചിട്ട് ഞാനിതൊന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. ഇച്ചിരി വെള്ളം കൂടെ വേണമെന്ന് തോന്നുന്നു. 1/2 ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലതായിട്ടൊന്ന് വെന്ത് പറ്റി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാം. എനിക്ക് ഇത്രയും മഞ്ഞൾപ്പൊടി മതി. ഞാൻ തേങ്ങയും കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, തേങ്ങ കൂടുതൽ വേണ്ടൊരു കൂടുതൽ ആഡ് ചെയ്യാം. ഓക്കെ, നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ മീൻ പീര എന്താണ്? ഇത് നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇതൊന്ന് പറ്റട്ടെ. ഈ സമയത്ത് ഉപ്പുണ്ടോയെന്ന് നോക്കുക. ഉപ്പില്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാനൊന്ന് ഉപ്പുണ്ടോയെന്ന് നോക്കട്ടെ. ഇച്ചിരി ഉപ്പൂടെ വേണം. ഞാനൊരു ഇച്ചിരി ഉപ്പൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കൂടെ മതി. ഓക്കെ, ഇനി നമുക്കൊന്നുകൂടെ ഇതൊന്ന് അടച്ച് ഒരു 5 മിനിറ്റ് കൂടെ നമ്മൾ തുറന്ന് നോക്കിയേ. കറക്റ്റ് ഉപ്പും പുളിയൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ ഓഫ് ചെയ്യുവാണ്. ഇതിപ്പോൾ കുറച്ച് നേരം ഇരുന്ന് തിളയ്ക്കും. അതുകൊണ്ട് ഞാനിപ്പോഴേ ഒന്ന് ഓഫ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കും. അപ്പം നമ്മുടെ അടിപൊളി മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ട് ചാനൽ കാണുന്നതാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിക്കിവിടെ മണം കാരണം ഇല്ലേ വായിലൊക്കെ വെള്ളം വരുന്നുണ്ട്. അപ്പം പുതിയൊരു വീഡിയോ വീണ്ടും വരാം. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ബട്ടൻ്റെ ഇപ്പോഴുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു, ബൈ. അപ്പം ഞാനിന്ന് സെർവ് ചെയ്യുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകും. അപ്പം നമ്മൾ മീനെല്ലാം വൺസ് ചൂടായിട്ടിരിക്കുമ്പോൾ ഒരിക്കലും സ്പൂൺ വെച്ച് ഇളക്കരുത്, അത് പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പം നമ്മുടെ നല്ല മത്തിപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ നല്ലൊരു ഡിഷാണ്. ഓക്കെ, താങ്ക് യു.